ഓഗസ്റ്റ് 19 അഹമ്മദാബാദിലെ മണിനഗർ സ്കൂളിൽ വെച്ച് ഒരു വിദ്യാർത്ഥിക്ക് കുത്തേൽക്കുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട 2 കുട്ടികളും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് പിന്നീട് അത് വർഗീയവൽക്കരിക്കപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നു. മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുതെന്നും സ്കൂളിൽ നിന്നും പറഞ്ഞു വിടണമെന്നും ആവശ്യപ്പെട്ട് ഒരു കൂട്ടം ഹിന്ദുത്വ സംഘടനകൾ സ്കൂളിന് പുറത്ത് തമ്പടിക്കാൻ തുടങ്ങി. ഗുജറാത്തിലെ ഒറ്റപ്പെട്ട സംഭവമായി ഇത് കാണാൻ സാധിക്കില്ല. കാരണം സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഇടവേളകളിൽ പോലും കുട്ടികൾ തമ്മിലുണ്ടാകുന്ന വഴക്കുകളിൽ ഹിന്ദുത്വ സംഘടനകൾ തിരയുന്നത് മതമാണ്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ വർഗീയ പ്രശ്നങ്ങളാക്കി മാറ്റി ആളുകൾക്കിടയിലുള്ള ഭിന്നിപ്പ് കൂടുതൽ വലുതാക്കുക എന്നതാണ് ഹിന്ദുത്വ സംഘടനകളുടെ അജണ്ട. ന്യൂനപക്ഷ വിഭാഗം നടത്തുന്ന സ്ഥാപനങ്ങളുടെ തകർച്ചയും മുസ്ലിം വിരുദ്ധതയും മാത്രം മുന്നിൽ കണ്ടാണ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിദ്യാർത്ഥി സംഘർഷങ്ങളെ പർവ്വതീകരിച്ച് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഹിന്ദുത്വ സംഘടനകൾ ഉപയോഗിക്കുന്നത്. അഹമ്മദാബാദ് സ്കൂളിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പോലീസ് ദൃക്സാക്ഷികളായി നോക്കി നിൽക്കുകയായിരുന്നുവെന്നാണ് ആക്ടിവിസ്റ്റ് ബിപിൻ ഭായ് ഗാദ്വി ആരോപിക്കുന്നത്. സ്കൂളും അധ്യാപകരെയും കത്തിച്ചു കളയണമെന്നടക്കമുള്ള അക്രമ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടും പോലീസ് ഒന്നും ചെയ്തില്ലെന്നാണ് ഗാദ്വി കുറ്റപ്പെടുത്തുന്നത്. വഡാലിയിൽ ഓഗസ്റ്റ് 21 നടന്ന വിദ്യാർത്ഥി സംഘർഷവും ഹിന്ദുത്വ അനുഭാവികൾ മുതലെടുപ്പ് നടത്തി അതിനെ വർഗീയ സംഘർഷമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. സംഘർഷത്തിൽ ഉൾപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുതെന്ന ആവശ്യവുമായി പ്രാദേശിക ഹിന്ദുത്വ നേതാക്കൾ സ്കൂളിൽ തമ്പടിക്കുകയായിരുന്നു. വിദ്യ നേടാൻ ആശ്രയിക്കുന്ന ഇടങ്ങൾ വർഗീയ ധ്രുവീകരണത്തിന്റെ കേന്ദ്രങ്ങളാകുമ്പോൾ അതിന്റെ സകല ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളാണ്. അച്ചടക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന സംഘർഷങ്ങളിലൊക്കെ വർഗീയത കുത്തിക്കയറ്റി മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുന്നതിലൂടെ നേട്ടം കൊയ്യുന്നത് മറ്റു പലരുമാണ്. നാളുടെ പ്രതീക്ഷകളായ കുട്ടികളെ മനഃപൂർവ്വം കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് വർഗീയതയുടെ വിഷവിത്തുകളാണ്. ഞങ്ങളുടെ ആഘോഷങ്ങളിൽ രക്തം ചിന്തുന്നവർ എന്നാണ് അഹമ്മദാബാദിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഹിന്ദുക്കളുടെ നിത്യജീവിതത്തിൽ നിരന്തരം തടസ്സം സൃഷ്ടിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന അർത്ഥം വെച്ചാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗമെന്ന് ആരോപണങ്ങൾ വന്നിരുന്നു. ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും മായ്ച്ചു കളഞ്ഞ് ചരിത്രം തന്നെ തിരുത്താനുള്ള NCERTയുടെ ശ്രമങ്ങളും ഒപ്പം ഇങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘർഷങ്ങളുടെ വർഗീയവൽക്കരണവും സ്കൂളുകളിലെ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുമെന്നത് ഉറപ്പാണ്.